തൃശ്ശൂരിൻ്റെ മുൻ ഇടയശ്രേഷ്ഠൻ. അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞ 10 വർഷക്കാലത്തോളം നിഴലായുണ്ടായിരുന്ന സിസ്റ്ററാണ് നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത്. 10 വർഷക്കാലയളവിലും അന്ത്യനിമിഷങ്ങളിലും പിതാവിനോടൊപ്പം ഉണ്ടായിരുന്ന സിസ്റ്ററുടെ അനുഭവങ്ങൾ നമുക്ക് കേൾക്കാം. സിസ്റ്റർ 10 വർഷക്കാലത്തോളം ഉണ്ടായിരുന്നപ്പോൾ പിതാവിൽ കണ്ട ഒരു ഗുണം? പിതാവിൻ്റെ സിംപ്ലിസിറ്റി എനിക്ക് ഒത്തിരി എന്നെ സ്പർശിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടൊരു മനുഷ്യൻ. അത് പിതാവിൻ്റെ വാക്കിലുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രവൃത്തിയിൽ കണ്ടിട്ടുള്ള എല്ലാം വളരെ ഒന്നും ഒരു ആർഭാടമായിട്ട് കിടക്കുന്ന പോലും ഒരു ആർഭാടമായിട്ട് പിതാവ് മാറ്റാനായിട്ടും കിടക്കുന്ന കട്ടിൽ, ഞാൻ അതിനകത്ത് കയർ കട്ടിലേലായിരുന്നു പിതാവ് കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് പായിട്ടു. അപ്പോൾ ആദ്യം പായയുടെ കൊണ്ട് ബെഡ്ഷീറ്റും കൂടി വിരിച്ചിട്ട് പിതാവ് ഇത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത് മാറ്റിക്കോ എന്ന് പറഞ്ഞിട്ട് പായയിലാക്കി. കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു ഉറങ്ങാൻ എന്തിനാ ഇത്ര ആർഭാടം, വെറുതെ കയറ് കെട്ടിലായിരുന്നു പിതാവ് കിടന്നുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കൊതുക് കടിക്കാനൊക്കെ തുടങ്ങിയപ്പം പിന്നെ പായ അങ്ങനെ ഇട്ടതാണ്, ഒരു തഴപ്പായ. പിന്നെ എന്തായാലും പിതാവ് ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിലൊരു എന്നെ ഇരിക്കുന്ന കസേരയ്ക്ക് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നിടത്ത് ഞാനൊരു ടർക്കിയൊക്കെ കസേരയിലൊക്കെ വിരിച്ചിട്ട് വേണമെങ്കിൽ പിതാവ് പറയും അതൊക്കെ മാറ്റിക്കും, എനിക്ക് വെറുതെ സാധാരണ അത് മതി. എല്ലാം പിതാവ് മാറ്റുമായിരുന്നു ഓഫീസിലെ ചെയറയിലൊക്കെ. അതൊക്കെ മുഷിഞ്ഞു ഒരു പഴയതുപോലെ ആകുമ്പം ഇടയ്ക്കൊന്ന് മാറ്റിയെന്നല്ലാതെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ പിതാവ് പറഞ്ഞു നമുക്ക് മാക്സിമം അത് ഉപയോഗപ്പെടുത്താം, വെറുതെ അത് വേസ്റ്റ് ആകണ്ട, ഇത്രയും പോലും ഇല്ലാത്തവരുണ്ടല്ലോ. അങ്ങനെ അത് പിന്നെ പിതാവ് ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളും അവിടെ ഷർട്ടൊക്കെ കീറിയാലും എന്നോട് പറയും അത് തുന്നിയാൽ മതി, ബനിയനൊക്കെ ആയാലും തുന്നിയാൽ മതി. പിന്നെ ചെരുപ്പൊക്കെ ആയാലും മാക്സിമം തുന്നുവോ ഒട്ടിക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമാണ് പിതാവ് അത് മാറ്റാറുള്ളത്. അപ്പോൾ അത്രയും ഒരു സിമ്പിളായിട്ടുള്ള അതെന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രാർത്ഥനയുടെ ഒരു മനുഷ്യൻ. എപ്പോഴായാലും പിതാവ് ഒരു ഈശോ എന്നുള്ള ഒരു അത് പിതാവിൻ്റെ നാവിലുണ്ടായിരുന്നു, പരിശുദ്ധ അമ്മേ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേൾക്കും എൻ്റെ ഈശോയെ. പിന്നെ പിതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്ത് ജപം പിതാവ് പറയായിരുന്നു, എന്നോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, നിന്നോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. അത് ഞാൻ ഒരു ദിവസം പിതാവിനോട് ചോദിച്ചു പിതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്ത് ജപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇത് പറഞ്ഞു. പിന്നെ തോത്തൂസ് തൂസ് മറിയമേ ഞാൻ മുഴുവനും നിൻ്റേതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് പിതാവ് പറയുകയും ചെയ്തു. ഞങ്ങളോടും അത് ഒരു വശം കത്തെഴുതിയപ്പോൾ പറഞ്ഞു അത് പറയണം, അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ എന്തായാലും പിതാവ് ഒരു ചാപ്പലെന്ന് പറയുന്നത് പിതാവിൻ്റെ ഓഫീസിനും ബെഡ്റൂമിനും ഇടയ്ക്കുള്ളൊരു അപ്പോൾ അങ്ങനെ പിതാവ് ഇങ്ങോട്ട് താമസം മാറ്റിയപ്പോൾ അവർ അറേഞ്ച് ചെയ്ത് ഇതൊക്കെ പിതാവ് ഒരു ദിവസം എന്നോട് പറഞ്ഞു നോക്കി എത്ര മനോഹരമായിട്ട് ഇവരെനിക്ക് എൻ്റെ ഈ താമസസാരം ഒരുക്കി തന്നേക്കുന്നത്. അവിടെയാണെങ്കിൽ കിടക്കാനത്, അതിനുശേഷം നടുക്കൊരു ചാപ്പൽ, ഇപ്പുറം ഓഫീസ്. ഞാനെപ്പോഴും ഓഫീസിൽ പോകുമ്പോൾ ഈ പിന്നെ ഈശോയുടെ ആ ചാപ്പലിൻ്റെ അതിലൂടെ അപ്പോൾ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് എത്ര തിരക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിതാവ് പോകുന്ന പോക്കിനും അവിടെ ഒന്ന് നിന്നിട്ട് ഒരു 2 മിനിറ്റ് നിന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ. പിന്നെ ഓഫീസിൽ എന്തെങ്കിലും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പോഴല്ലേ അവിടെ നിന്ന് വരുമ്പോഴായാലും പിതാവ് അവിടെ അങ്ങ് നിൽക്കും. പിന്നെ ഞാൻ പിതാവിൽ പിന്നെ അവസാന നിമിഷമൊക്കെ ആയിരുന്നപ്പം ഞാൻ ഓർക്കുമായിരുന്നു ഇത്രയും വർഷമൊക്കെ ആയിരുന്നപ്പോഴും ഈ 2024 മെയ് മാസം 26-ാം തീയതി വരെ പിതാവിനൊരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് 3 പരിപാടി ഉണ്ടായിരുന്നു പിതാവിന്. ആ 3 പരിപാടിക്കും അത്രയും പ്രോഗ്രാമായിട്ട് അത്രയും പിന്നെ തിരക്കായിട്ടും അങ്ങനെ ഒരു ഊർജ്ജസ്വലതയോടുകൂടി ചെയ്തുകൊണ്ടിരുന്ന. പിന്നെ 27-നാണ് ഞങ്ങൾ ആശുപത്രിയിൽ പോകുന്നതും പിന്നെ ഒരു ഓപ്പറേഷനും പിന്നെ ഒരു സ്ട്രോക്കും വന്ന് അതിന് ശേഷം ഇതങ്ങനെ. പക്ഷെ കുറേ പ്രാവശ്യം ഇങ്ങനെ എഴുന്നേറ്റും ഇങ്ങനെയൊക്കെ പിന്നെ ഒത്തിരി ഡൗൺ ആകും. അപ്പോൾ നമ്മൾ ഓർക്കും പിന്നെ അതോടുകൂടി പിതാവിൻ്റെ അവസാന നിമിഷത്തിൽ എന്ന് പറയും. പിന്നെയും പിതാവിനകത്ത് പിടിച്ച് എഴുന്നേറ്റ് വരും. അപ്പോഴൊക്കെ പിതാവിൻ്റെ ആകെ ബലം മാതാവായിരുന്നു. മാതാവിൻ്റെ കാര്യം പറഞ്ഞാൽ പിതാവിന് എവിടുന്ന ഒരു എനർജി വരുന്നത്, ആ ഉന്മേഷം വരുന്നതെന്ന് അറിയത്തില്ല.
അപ്പം പിന്നെ പിതാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഗ്രോട്ടോയിൽ നിന്ന് പിതാവൊന്ന് പ്രാർത്ഥിക്കാൻ. അപ്പം നല്ല കാലാവസ്ഥയുള്ളപ്പോൾ ഒക്കെ പിതാവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. ആദ്യമൊക്കെ പിന്നെ ഇവിടെ വരെ ഫുള്ളും അവിടെ വരെ നടന്നിട്ടുണ്ട്, തന്നെയല്ല സപ്പോർട്ട് ചെയ്ത്. അവസാനം ഞങ്ങൾ 2 ദിവസം മുമ്പ് വരെ ഇവിടെ കൊണ്ടുവന്നായിരുന്നു. അപ്പം പിതാവിന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടം. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും പിതാവിന് ഇഷ്ടമുള്ളത് അമ്മേ എൻ്റെ അമ്മേ ആ പാട്ട് പാടാൻ. അമ്മേ എൻ്റെ അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ എനിക്കീശോ തന്നൊരമ്മേ. ആ പാട്ട് പിതാവിന് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ആ പാട്ട് കേട്ടിട്ടാണ് പിതാവ് രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ ആ പാട്ട് വെച്ച് കൊടുക്കും. പിന്നെ ഗ്രോട്ടോയിൽ വന്നു കഴിഞ്ഞാൽ പിതാവിനോടിക്കും പിതാവ് ഏതാ പാട്ട് പാടണമെന്ന് ചോദിച്ചാൽ പറയാം അമ്മ എൻ്റെ അമ്മ. ആ പാട്ട് പിതാവിന് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. പിന്നെ സാൽവേ റെജിന, അത് ലാറ്റിൽ, അത് കുർബാന കഴിയുന്ന ഉടനെ പിതാവിനത് അത് പാടും പിതാവ്. സാൽവേ റെജിന ആ പാട്ട് ലാറ്റിലുള്ള പാട്ട്. അപ്പം മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ 2 ദിവസം കൂടി മുമ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം, അപ്പോൾ പിതാവ് കോൺഷ്യസ് ആയിരുന്നു. അവസാന നിമിഷങ്ങളൊക്കെ ആയിരുന്നു. കഴിഞ്ഞപ്പം ഇപ്രാവശ്യം ഒരു 17 ദിവസം ആശുപത്രി കിടന്നായിരുന്നു ഈ അവസാനം. അതിനുശേഷം ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്ന് ഇപ്രാവശ്യത്തെ വരവിന് കുറേ ക്ഷീണമായിരുന്നു പിതാവിന്. എന്നാലും പിതാവിനോട് പിതാവെ നമുക്ക് മാതാവിൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നങ്ങനെ പറയുമായിരുന്നു. പിന്നെ മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ നല്ല കാലാവസ്ഥയുള്ളപ്പോൾ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ വീൽച്ചെയറിൽ കൊണ്ടുവന്ന്, പിന്നെ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എൻ്റെ ഇതിൽ പിതാവിന് അവസാനം വരെ പിതാവ് കോൺഷ്യസ് എല്ലാ സമയമില്ല, പക്ഷെ കോൺഷ്യസ് ആയിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ 2 ദിവസം മുമ്പ് ഇവിടെ വന്ന് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇവിടെ പിതാവ് CMCയിലെ ഒരു സിസ്റ്റർ എസക്കിയേൽ സിസ്റ്റർ ഒരു ഫീസ്റ്റിൻ്റെ അന്നൊരു റോസച്ചെടി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് 2 പൂവ് വിരിഞ്ഞു. അപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവെ നോക്കിക്കേ പിതാവ് കൊണ്ടുവച്ച റോസയിൽ 2 പൂവ് വിരിഞ്ഞിട്ട് ഒരു മുട്ടുണ്ടെന്ന് പറഞ്ഞു. പിതാവ് ഇങ്ങനെ തല ഉയർത്തി നോക്കി. അതുവരെ ഇങ്ങനെ തല കുനിച്ച് ഇരുന്ന പിതാവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പിതാവ് അത് എല്ലാം സെൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ തട്ടിൽ പിതാവ് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം ദിവസം വിളിച്ച് അന്വേഷിക്കുമായിരുന്നു പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയും അങ്ങനെ. അപ്പോൾ 8-ാം തീയതി പിതാവ് വന്നു കഴിഞ്ഞപ്പം പിതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. പിതാവ് ഞാൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പിതാവിന്, അല്ലെങ്കിൽ തട്ടിൽ പിതാവിൻ്റെ സ്വരം കേൾക്കുമ്പോഴേ പിതാവിന് വലിയ സന്തോഷം, ചിരിക്കും. അപ്പോൾ ഫോൺ വിളിക്കുവാണെങ്കിൽ ഞാൻ ഉറക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ പിതാവ് അത് കേട്ടിട്ട് പിതാവ് പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവെ. അപ്പോൾ പിതാവ് നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പിതാവ് താങ്ക് യു പറയും. അപ്പോൾ ഇപ്രാവശ്യമായാലും ഞാൻ പോവാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിതാവിൻ്റെ മുഖത്തൊരു സങ്കടം എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവെ ഇല്ല, പിതാവ് പോയിട്ട് വരുമെന്ന് പറഞ്ഞു. തട്ടിൽ പിതാവ് പോയിട്ട് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അതൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അവസാന നിമിഷമൊക്കെ പിതാവിന് അങ്ങനെ എനിക്ക് തോന്നും. പിന്നെ എല്ലാ സമയം പിതാവ് ഫുൾ കോൺഷ്യസ് അല്ലായിരുന്നു, പക്ഷെ ചില സമയങ്ങളിൽ ഇങ്ങനെ അപ്പോൾ അവസാനം സിസ്റ്റർ തന്നെയായിരുന്നു വെള്ളമൊക്കെ കൊടുത്തത്. അവസാനം ഞങ്ങൾ ഈ ദിവസങ്ങളിലൊക്കെ 2 ദിവസമൊക്കെ ആയിട്ട് പിതാവിൻ്റെ ഓക്സിജൻ ലെവൽ കൂടിയും കുറഞ്ഞു അങ്ങനെയൊക്കെ ഇരിക്കും. ഭയങ്കര കഫക്കെട്ടായിരുന്നു. അപ്പോൾ ചില ദിവസം 3 പ്രാവശ്യം തന്നെ സക്ഷൻ ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു. അത് തന്നെ ഭയങ്കര ഒരു പെയിൻഫുള്ളാണ്. അതിങ്ങനെ എടുത്ത് ചെസ്റ്റ് പെയിനും കൊടുത്ത്. അപ്പോൾ ഞാൻ ഈ ഇത് എടുക്കുന്ന അവർ തന്നെ പറഞ്ഞു, പിതാവായതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കൈ പിടിച്ച് ആദ്യമൊക്കെ എടുക്കുമ്പോൾ ഞങ്ങൾ കൈയും കാലും ഒക്കെ പിടിക്കുന്നത്. പിന്നെ അവസാനമൊക്കെ കഴിഞ്ഞപ്പോൾ പിതാവ് അതിനോട് പൂർണ്ണമായിട്ടും അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല പെയിനുണ്ട്, കണ്ണൊക്കെ നിറഞ്ഞൊഴുകും പിതാവിൻ്റെ. അപ്പോൾ കണ്ടു നിൽക്കുന്ന നമുക്ക് പോലും അത് ബുദ്ധിമുട്ടാണ്. പിതാവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകി. എന്നാലും ഇങ്ങനെ പിതാവ് കുറഞ്ഞോളൂ എന്നൊക്കെ പറയുമ്പോൾ പിതാവ് അത് സക്ഷൻ ചെയ്ത് എടുക്കാനൊക്കെ അങ്ങനെ സമ്മതിച്ച പോലെ അത്രയങ്ങ് ഇത് വരുമ്പോൾ ചുണ്ടൊന്ന് കൂട്ടിപ്പിടിക്കും. അല്ലാതെ ഒരു ബലം പിടിക്കലോ ഒരു നെറ്റി ചുളുക്കലോ ഒന്നും ഇല്ലായിരുന്നു. അത്രയും ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവസാന നിമിഷമൊക്കെ ആയിരുന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ മരിക്കുന്ന അന്ന് രാവിലെ തന്നെ ഞങ്ങൾ
90 മുകളിലുണ്ടായിരുന്നു സാച്ചുറേഷൻ. അപ്പോൾ പതുക്കെ പിതാവ് മുഴുവൻ എപ്പോഴും കിടന്നു കഴിഞ്ഞാൽ തന്നെ കഫക്കെട്ട് കൂടുമല്ലോ എന്നോ അങ്ങനെ പറഞ്ഞിട്ട് പിതാവിനെ എഴുന്നേൽപ്പിച്ച് വീൽ ചെയറിലിരുത്തി ഞങ്ങൾ പുറത്ത് വരാന്തയിൽ അങ്ങനെ നടത്താം. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ മിക്കവാറും പിതാവിന് ചിലപ്പോൾ ഭക്ഷണം അവിടെ കൊണ്ട് കൊടുക്കാറുണ്ട്. ഔട്ട്ഡോർ നമ്മുടെ പിക്നിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പാർക്കിലിരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് പിതാവിനെ അങ്ങനെ അപ്പോൾ അവിടെ കൊണ്ടുപോയി. അപ്പോഴും ചെറിയ വേരിയേഷൻ, പക്ഷേ ഇതിനു മുമ്പൊക്കെ ഈ വേരിയേഷൻ വന്നാലും പിന്നെയും പിക്കപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ അല്ല അസാധാരണമായിട്ടൊന്നും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് ഇങ്ങനെ സാച്ചുറേഷൻ്റെ കുറച്ചധികം ഇങ്ങനെ വന്നു. പിന്നെ നെബുലൈസേഷന് കൊടുക്കേണ്ട സമയമായി. അപ്പം കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിതാവിന് തല നല്ലപോലെ താന്നു നിൽക്കുവാണെങ്കിൽ ചിലപ്പം പിതാവിന് ഇങ്ങനെ സാച്ചുറേഷൻ എബോവ് 90 ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് കിടത്തി കഴിഞ്ഞ് അന്നേരം ആ നേരങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. 89 വരും, 90 പിന്നെയും താഴ്ന്ന് അങ്ങനെയൊക്കെ പോകും. പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പം വന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഫീഡ് കൊടുക്കാൻ. അപ്പോൾ ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് പിതാനെ ഇതിന് മുമ്പായാലും പിതാന് തീരെ വയ്യാന്നങ്ങ് തോന്നുമ്പോൾ ഞാൻ പിതാൻ്റെ ചെവിയിൽ പറയായിരുന്നു, തോത്തൂസ് തൂസ് മരിയ, അമ്മേ ഞാൻ മുഴുവനും നിൻ്റേതാണ്. അപ്പോൾ ഇതിനു മുമ്പായാലും ക്രിട്ടിക്കൽ കെയറിൽ കിടന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാനവിടെ ബാസിലെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എപ്പോഴെങ്കിലും പിതാൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ, അന്നേരം ഒരു അനക്കമൊന്നുമില്ല, അന്നും അന്ത്യോദാശയൊക്കെ. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ പിതാൻ്റെ ചെവിയിൽ പറയണം തോത്തൂസ് തൂസ് മരിയ എന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പോഴായാലും പറഞ്ഞു. അപ്പം എൻ്റെ കൂടെ എന്നെ സഹായിക്കാനുണ്ട് നിതിൻ പറഞ്ഞു, സിസ്റ്റർ നമുക്ക് കരണക്കൊന്ത ചെല്ലാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കരണക്കൊന്ത ചെല്ലി. അപ്പോഴും ഈ സാച്ചുറേഷൻ കൂടിയും കുറഞ്ഞും. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നല്ലപോലെ വരുന്നുണ്ട്. പിന്നെ വേറൊരു വ്യത്യാസമായിട്ട് നമുക്ക് അങ്ങനെ തോന്നിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ നീ കരണക്കൊന്ത ചെല്ല്, ഞാൻ പോയിട്ട് ഫീഡ് കൊടുക്കാൻ സമയമായതുകൊണ്ട് അത് അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. പോയ പോക്കിന് ഈ സെമിനാരിലെ പ്രിൻസ് ചിരിയങ്കണ്ടത്തച്ഛൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു 3 മണിക്ക് കുർബാന ചെല്ലാം, എങ്ങനെയുണ്ട് പിതാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, വെച്ചാൽ സാച്ചുറേഷൻ കുറച്ച് വ്യത്യാസമുണ്ട്, അച്ഛനൊന്ന് പോയി പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അങ്ങനെ അങ്ങ് പറയാനങ്ങ് തോന്നി. അപ്പോൾ അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ കർണക്കൊന്തയിലാണല്ലോ, ഇവർ രണ്ടുപേരും കൂടെ കർണക്കൊന്ത ചൊല്ലി. അപ്പോൾ അവസാനം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ പിതാൻ്റെ തലേ കൈ ഒന്ന് വെച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ വിട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ പിതാവിൻ്റെ തല ഒത്തിരി താത്തുമ്പോൾ സാച്ചുറേഷൻ കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ പിതാവിനോട് അമ്മേൻ്റെ ആശ്രയമേ, അപ്പോൾ ഞാൻ പിതാവിനോട് പിതാവെ പിന്നെ അമ്മ പരിശുദ്ധി അമ്മ പിതാവിൻ്റെ തൊട്ടടുത്തുണ്ട്, കൈ വിരിച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പിതാവിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും ഈ വേദനകളെല്ലാം അമ്മയ്ക്ക് കൊടുത്താൽ മതി, അമ്മ ഈശോയ്ക്ക് കൊടുക്കും. കഴിഞ്ഞ ദിവസം ആരോ ഒന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞായിരുന്നേ, മാതാവ് പിതാവിൻ്റെ അടുത്ത് ഇങ്ങനെ കൈവിരിച്ച് നിൽക്കുന്നുണ്ടെന്ന്. അപ്പം ഞാനത് പിതാവിനോട് പറഞ്ഞു. അപ്പോൾ പിതാവിനതൊരു ഒരു മാതാവിൻ്റെ അത് കേൾക്കുമ്പോൾ എന്നിട്ട് തോത്തൂസ് തൂസ് മരിയ അതങ്ങനെ ഞാനങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പിതാവ് ഇങ്ങനെ കണ്ണുയർത്തിയിട്ട് ഇങ്ങനെ മാതാവിൻ്റെ രൂപം മുകളിൽ വെച്ചിട്ടുണ്ട്. അവിടേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് ഇങ്ങനെ ശരിക്കും കണ്ണ് തുറന്നിട്ട് പിന്നെ താഴെ കുറച്ച് ഒരു കരുണയുടെ ഈശോയുണ്ട്. അവിടെ ഇന്നലെ അങ്ങനെ നോക്കുന്നുണ്ട് ഈ 2 സ്ഥലത്ത്. അപ്പം അങ്ങനെ നോക്കി അത് കഴിഞ്ഞിട്ട് പിതാവ് തന്നെ കണ്ണങ്ങടച്ചു. അത് കഴിഞ്ഞപ്പോഴും അന്നേരം എനിക്കങ്ങ് തോന്നുന്നില്ലായിരുന്നു ഇങ്ങനെ. പക്ഷെ എന്തോ എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു പിതാവിൻ്റെ അവസാന നിമിഷമാണ് അങ്ങനെയൊന്ന്. അപ്പം ഞാൻ ഉടനെ അവനെ വിളിച്ചു, നിതിനെ വിളിച്ചു. നിതിന് വേഗം തന്നെ വന്നു. അപ്പോൾ ഞാൻ കുരിശ് ചുംബിപ്പിച്ചു. എന്നിട്ട് ഈശോ മറിയസേപ്പെ എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണേ. അപ്പോൾ ഇതിനു മുമ്പൊക്കെ ആയാലും ഞാൻ അങ്ങനെ ഈശോ മറിയസേപ്പെ എൻ്റെ അടുത്തുണ്ടാകണേ എന്ന് അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പക്ഷേ ഇന്നലെ എനിക്കങ്ങനെ എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണേ അങ്ങനെ പ്രാർത്ഥിക്കാൻ എനിക്കങ്ങനെ അങ്ങ് തോന്നി. എന്നിട്ട് അന്നേരം നിധി വന്നിട്ട് വേഗം ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് ഞങ്ങൾ 2 പേരും വായിൽ വെച്ച് കൊടുത്തു. വിശ്വാസ പ്രമാണം ചെവിയിൽ ചൊല്ലിക്കൊടുത്തു. അങ്ങനെ പ്രാർത്ഥനകളെല്ലാം ചൊല്ലി പതുക്കെ പിതാവങ്ങൾ വളരെ ശാന്തമായിട്ട് ഒരു ശ്വാസം എടുത്തു വലിക്കലോ അങ്ങനെയൊന്നുമില്ലായിരുന്നു. എന്നിട്ട് വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോൾ പതുക്കെ ഒന്ന് കണ്ണ് തുറന്നിങ്ങനെ നോക്കി പിതാവ് തന്നെ അങ്ങ് കണ്ണടച്ചു. വളരെ ശാന്തമായൊരു മരണമായിരുന്നു.
പിതാവ് ഇടയ്ക്ക് ചൊല്ലിക്കൊണ്ടിരുന്ന തോത്തൂസ് തൂസ് മരിയ അമ്മ അറിയമേ ഞാൻ മുഴുവനും നിൻ്റേതാണ്. ഈ ജോൺ പോൾ മാർപ്പാപ്പ ചൊല്ലിക്കൊണ്ടിരുന്ന മാർപ്പാപ്പയുടെ ആപ്തവാക്യമായിരുന്നല്ലോ അത്. പിന്നെ പിതാവ് ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിക്കൊണ്ടിരുന്ന സുഹൃദയപ്പം ഞാനൊരു ദിവസം ചോദിച്ചാൽ എന്താ പിതാവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പറഞ്ഞു, എന്നോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, നിന്നോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കണേ. അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ വയ്യാതായിരിക്കുമ്പോഴൊക്കെ ഇടയ്ക്ക് പിതാവ് അങ്ങനെ ഇരുന്ന് അങ്ങനെ ചൊല്ലിക്കൊടുക്കുമായിരുന്നു. പിന്നെ ഇൻസിനു ജേസു ആ ഒരു പുസ്തകത്തിലെ അപ്പോൾ ഞാൻ ഓരോ ദിവസവും ഓരോ വചനവും ഇത് എടുക്കും. അപ്പോൾ ഞാൻ പിതാവിനോട് പറയും, പിതാവ് ഇന്ന് ഈശോ പറഞ്ഞു ഇന്ന് വചനം കിട്ടിയത് ഇതാ കേട്ടോ. അപ്പം പിന്നെ ഇന്ന് ഇൻസിനു ജേസുവിൽ ഇതാ കിട്ടിയേക്കുന്നത്. അപ്പോൾ പിതാവിനോടത് പറയും. പിന്നെ പിതാവ് പറയുമായിരുന്നു അവസാനം എല്ലാ ദിവസവും കിടക്കുന്നതിന് ഇന്നത്തെ നാളത്തെ റീഡിങ് എന്നാന്ന് അങ്ങനെ ചോദിക്കുമായിരുന്നു നടന്നുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ. അപ്പോൾ ഞാനങ്ങനെ പിറ്റേ ദിവസം റീഡിങ്ങിൻ്റെ അത് പറയും. അപ്പോൾ പിന്നെ ഈ കഴിഞ്ഞ ദിവസം പിതാവിനോട് പറഞ്ഞു, പിതാവ് ഇന്നലെ 15-ാം തീയതി പറഞ്ഞത് നമ്മുടെ പുത്തമ്പള്ളിയിലെ തിരുനാൾ ഡോളോർസ് പിന്നെ വ്യാകുല മാതാവിൻ്റെ തിരുനാളാണ്, നമുക്ക് അമ്മയുടെ അടുത്ത് പോകണ്ടേ എന്നൊക്കെ പറയുമ്പോഴും പിതാവ് ഇങ്ങനെ ശരിക്കും ഞാൻ പറയുന്നില്ല, പക്ഷെ പിതാവിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് അത് മനസ്സിലാകും. പിതാവ് അത് മനസ്സിലാകും. തോത്തൂസ് തൂസ് മരിയം അറിയമേ ഞാൻ മുഴുവനും നിൻ്റേതാണ്.